engine roaring. One rider, one bike, endless roads. The Himalayas are waiting. My solo ride to Ladakh. രാവിലെ സൂര്യൻ പൂർണ്ണമായി ഉദിക്കുന്നതിന് മുമ്പേ ഞാൻ എഴുന്നേറ്റു. പുതിയൊരു ദിവസത്തിന്റെ തുടക്കം, പുതിയൊരു ലക്ഷ്യം. ഇന്നലെ രാത്രി മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകണം. സുവർണക്ഷേത്രത്തിലേക്ക്. അവിടുത്തെ ആത്മീയമായ വൈബ്, ആ ശാന്തത, ആ അനുഭവം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ആവാഹിക്കണം. അതോടൊപ്പം ഗോൾഡൻ ടെമ്പിളിലെ പ്രശസ്തമായ ലങ്കർ ഹാളിൽ നിന്ന് ഒരു പ്രഭാത ഭക്ഷണവും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അമൃത്സറിന്റെ ഹൃദയത്തിലേക്ക് യാത്ര തുടങ്ങി. രാത്രിയിലെ ലൈറ്റുകൾക്കിടയിൽ സ്വർണം പോലെ തിളങ്ങിയിരുന്നിരുന്ന സുവർണക്ഷേത്രം പകൽ വെളിച്ചത്തിൽ കുറച്ച് വ്യത്യസ്തമായിരുന്നു. രാത്രിയിലെ ആ മാജിക്കൽ ഫീലില്ലായിരുന്നു. ഇന്നത്തെ യാത്ര ഇനിയും ദൂരം പോകാനുണ്ടെന്ന് മനസ്സിലായതിനാൽ കൂടുതൽ സമയം നിൽക്കാതെ ലങ്കർ ഹാളിലേക്ക് നടന്നു. ലളിതമായ ഭക്ഷണം, അലങ്കാരങ്ങളൊന്നുമില്ല, ആഡംബരങ്ങളൊന്നുമില്ല. മനുഷ്യരെ ഒരുപോലെ കാണുന്ന ആ മനസ്സ് ശരിക്കും അതുല്യമാണ്. അമൃത്സറിന്റെ പഴയ തെരുവുകളിലൂടെ പതിയെ നടന്നു. കടകൾ തുറക്കാൻ തുടങ്ങുന്ന ശബ്ദങ്ങൾ, തങ്ങളുടെ ദിവസം ആരംഭിക്കുന്ന ആളുകൾ. അമൃത്സറിന്റെ മോർണിംഗ് വൈബ് മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ജാലിയൻവാല ബാഗിന്റെ പ്രവേശന കവാടത്തിനരികിലെ സ്കൾപ്ചർ ഇൻ ഓണർ ഓഫ് ദ മാർട്ടേഴ്സ് ഓഫ് ജല്ലിയാൻവാല ബാഗ്, ആ ശില്പം കണ്ട നിമിഷം തന്നെ മനസ്സ് നിശബ്ദമായി. 1919 ഏപ്രിൽ 13, ഒരു ദിവസം, പക്ഷേ നൂറുകണക്കിന് ജീവിതങ്ങളുടെ അവസാന ദിനം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഓർമ്മകളിലൊന്ന്. ഇടുങ്ങിയ ആ കോറിഡോറിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ ഒരു കാലത്ത് രക്ഷപ്പെടാൻ ആളുകൾക്കുണ്ടായിരുന്ന ഏക വഴിയിലൂടെയാണ് നമ്മളും നടക്കുന്നത് എന്ന ചിന്ത മനസ്സിനെ ഭാരപ്പെടുത്തും. കോറിഡോറിന്റെ ഇരുവശങ്ങളിലുമുള്ള ശില്പങ്ങളും റിലീഫ് ആർട്ട് പാനലുകളും വൈശാഖി ആഘോഷത്തിനായി എത്തിയ സാധാരണ ജനങ്ങളുടെ ജീവിതവും അന്നത്തെ പഞ്ചാബിന്റെ സാമൂഹിക പശ്ചാത്തലവും നിശബ്ദമായി പറഞ്ഞു തരുന്നു. ഇവിടെ കൊല്ലപ്പെട്ടവർ സൈനികരോ കലാപകാരികളോ ആയിരുന്നില്ല. അവർ സാധാരണ മനുഷ്യരായിരുന്നു. ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ബുള്ളറ്റ് മാർക്ക് മതിലുകൾ, ഓരോ അടയാളവും ചരിത്രത്തിലെ മായാത്ത മുറിവുകൾ. ഷഹീദ് കുവൈഡയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആളുകൾ ജീവൻ രക്ഷിക്കാൻ അവസാന പ്രതീക്ഷയായി ചാടിയ ആ കിണർ നോക്കുമ്പോൾ ആ നിമിഷങ്ങളിലെ ഭയവും നിസ്സഹായതയും ഇന്നും വായുവിൽ തങ്ങി നിൽക്കുന്നതുപോലെ തോന്നും. മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന അമർ ജ്യോതി സ്മാരകം സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരുടെ ത്യാഗത്തിന്റെ ശാശ്വത പ്രതീകം. ജാലിയൻവാല ബാഗ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന്റെ വില എത്ര വലുതാണെന്ന് നിശബ്ദമായി ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകം. ജാലിയൻവാല ബാഗിന്റെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു യാത്രക്കാരനറിയാം, റോഡ് ഒരിക്കലും അധിക നേരം ഒരിടത്തു നിൽക്കാൻ അനുവദിക്കില്ലെന്ന്. ഹെൽമെറ്റ് ധരിച്ചു, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ആ പരിചിതമായ എഞ്ചിൻ ശബ്ദം വീണ്ടും ചെവിയിൽ മുഴങ്ങിയതോടെ അടുത്ത അധ്യായം ആരംഭിച്ചു. പുതിയ റോഡുകൾ, പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നത്തെ ലക്ഷ്യം ജമ്മു. അമൃത്സറിന്റെ തിരക്കുകൾ പതിയെ പിന്നിലായി. നഗരത്തിന്റെ ശബ്ദങ്ങൾ മങ്ങിത്തുടങ്ങി. ഇടുങ്ങിയ വഴികൾക്ക് പകരം വിശാലമായ ദേശീയപാത. ചുറ്റുമുള്ള കാഴ്ചകളും പതിയെ മാറി തുടങ്ങി. യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന ചില ചെടികൾ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യ നോട്ടത്തിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ അടുത്തെത്തി നോക്കണമെന്നൊരു കൗതുകം. ബൈക്ക് നിർത്തി അടുത്തെത്തി നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, അത് കഞ്ചാവ് ചെടികളായിരുന്നു. കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു കാഴ്ച.
പഞ്ചാബിലെയും ജമ്മു മേഖലയിലെയും ചില ഭാഗങ്ങളിൽ ഇവ സ്വാഭാവികമായി വളരുന്നത് സാധാരണമാണ്. യാത്രകൾ ചിലപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാനാകാത്ത കാര്യങ്ങളും പഠിപ്പിക്കും. കിലോമീറ്ററുകൾ പിന്നിട്ടുകൊണ്ടിരുന്നു. ഉച്ചയോടടുക്കുമ്പോൾ പത്താൻകോട്ടെത്തി. പത്താൻകോട്ടിലെത്തിയപ്പോൾ ഒരു ചെറിയ ഡിറ്റൂർ എടുത്തു. കാരണം ഒരു പ്രശസ്തമായ പേര് വളരെ നാളായി കേൾക്കുന്നുണ്ടായിരുന്നു. ബില്ല ലസ്സി. തിരക്കേറിയ മാർക്കറ്റ്, ആളുകളുടെ ശബ്ദങ്ങൾ, കടകളുടെ വിളികൾ, വാഹനങ്ങളുടെ ഹോൺ, ചൂട് നിറഞ്ഞ വായു. അതിനിടയിൽ ആ ചെറിയ കട. ഒടുവിൽ കയ്യിലെത്തി ഒരു വലിയ ഗ്ലാസ് തണുത്ത ലസ്സി. ആദ്യ സിപ്പ് യാത്രയുടെ ക്ഷീണം പകുതിയായി കുറച്ചതുപോലെ തോന്നി. ചിലപ്പോൾ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് വലിയ സ്മാരകങ്ങളോ പ്രശസ്ത സ്ഥലങ്ങളോ അല്ല, ഇത്തരത്തിലുള്ള ചെറിയ നിമിഷങ്ങളായിരിക്കും. ഒരു റോഡ് സൈഡ് സ്റ്റോപ്പ്, ഒരു ഗ്ലാസ് ലസ്സി, ഒരു ചെറിയ ഡിറ്റൂർ. പക്ഷേ വലിയ ഓർമ്മകൾ. പുതിയ എനർജിയുമായി ബൈക്കിലേക്ക് കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇനി മുന്നിൽ കാത്തിരിക്കുന്നത് ജമ്മുവും അതിനപ്പുറമുള്ള മലനിരകളുമായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെ ജമ്മുവിലെത്തി. കടുത്ത ചൂട്, പക്ഷേ ക്ഷീണമില്ല. അപ്പോൾ മനസ്സിൽ ഒരു ചിന്ത മാത്രം, ഇന്നു തന്നെ ശ്രീനഗറിലേക്ക് പോയാലോ. അപ്പോഴാണ് ഒരു ലോക്കൽ യുവാവ് എൻ്റെ അടുത്തേക്ക് വന്നത്. ശ്രീനഗറിലേക്കാണോ പോകുന്നത്? ഞാൻ തലയാട്ടി. എന്നെ ഫോളോ ചെയ്യൂ. ഒരു നിമിഷം ചെറിയൊരു സംശയം. കാരണം പല കഥകളും കേട്ടിട്ടുണ്ട്. വരുന്നതെന്താണെങ്കിലും ഫേസ് ചെയ്യാമെന്നുള്ള ധൈര്യത്തിൽ ഞാൻ ഫോളോ ചെയ്തു. പക്ഷേ യാത്ര നമ്മളെ ചിലപ്പോൾ അപരിചിതരിൽ വിശ്വസിക്കാൻ പഠിപ്പിക്കും. അല്പം ആകാംക്ഷയോടെ, അല്പം ഗ്യാപ്പിട്ടായിരുന്നു ഞാൻ ആ ചെറുപ്പക്കാരനെ ഫോളോ ചെയ്തത്. ഏകദേശം 5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചു കാണും. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം എന്നെ ഹൈവേയിലെത്തിച്ചു. പിന്നെ പറഞ്ഞു, ടൗണിലെ റോഡുകൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, വഴിതെറ്റാതിരിക്കാനാണ്. ആ നിമിഷം നന്ദിയും ഒരു നിമിഷം തെറ്റിദ്ധരിച്ചതിലെ ചെറിയ കുറ്റബോധവും ഒരുമിച്ച് തോന്നി. ഉദംപൂരിലേക്കുള്ള വഴി തുടങ്ങിയതോടെ കാഴ്ചകൾ മാറിത്തുടങ്ങി. ഒരു വശത്ത് മലകൾ, മറ്റൊരു വശത്ത് താഴ്വരകൾ. അവയ്ക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ്. ഓരോ വളവിനും പിന്നിൽ പുതിയൊരു പോസ്റ്റ് കാർഡ്, പുതിയൊരു കാഴ്ച, പുതിയൊരു വിസ്മയം. ജമ്മു മുതൽ ശ്രീനഗർ വരെയുള്ള ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകതയാണ് ടണലുകൾ. ചെറുതും വലുതുമായി 10ലധികം ടണലുകൾ കടന്നു പോകുന്ന ഈ റൂട്ട് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഹൈവേ റൈഡുകളിലൊന്നാണ്. ചെന്നാനി നാഷണൽ ടണലിലേക്ക് കടന്നപ്പോൾ മലയുടെ ഉള്ളിലൂടെ മറ്റൊരു ലോകത്തേക്കാണ് പ്രവേശിക്കുന്നതെന്ന് തോന്നി. LED ലൈറ്റുകൾ, നീണ്ട തുരങ്കം, എഞ്ചിന്റെ പ്രതിധ്വനി. ഒരു സ്കൈഫി സിനിമയ്ക്കുള്ളിലൂടെ ബൈക്ക് ഓടിക്കുന്ന ഫീൽ. ടണലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മലകൾ കൂടുതൽ അടുത്തു, കാറ്റ് കൂടുതൽ തണുത്തു, റോഡ് കൂടുതൽ മനോഹരമായി.
ബനിഹാൽ മുതൽ ഖാസിഗുണ്ട് വരെ ടണൽ കടന്നതോടെ ഔദ്യോഗികമായി കാശ്മീർ താഴ്വരയിലേക്ക് പ്രവേശിച്ചു. അതൊരു സ്ഥലമല്ലായിരുന്നു, ഒരു വികാരമായിരുന്നു. പച്ചപ്പുള്ള വയലുകൾ, പോപ്ലർ മരങ്ങളുടെ നിരകൾ, ദൂരെയായി മഞ്ഞു മൂടിയ മലനിരകൾ, വായുവിന് പോലും ഒരു പ്രത്യേക സുഗന്ധം. അതാണ് കാശ്മീർ. പക്ഷെ രാത്രി മലനിരകളെ വിഴുങ്ങിത്തുടങ്ങി. ശ്രീനഗർ ദൂരെയുണ്ട്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാം. ഒരു പെട്രോൾ പമ്പിൽ ചോദിച്ചപ്പോൾ ടെന്റ് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചു. ജീവിതത്തിലെ ആദ്യ ക്യാമ്പിൽ ഹോട്ടലിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ രാത്രിക്ക് ഒരു പ്രത്യേക മാജിക് ഉണ്ടായിരുന്നു. കാരണം അത് യാത്രയുടെ ഭാഗമായ ഒരു യഥാർത്ഥ അനുഭവമായിരുന്നു. നാളെ രാവിലെ ഡാൽ തടാകം, ഷിക്കാര റൈഡ്, ശ്രീനഗറിൻ്റെ പ്രഭാതം എന്നൊക്കെ കാത്തിരിക്കുന്നു. ഓരോ സോളോ യാത്രയും നമ്മളെ പുതിയ സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല, പുതിയ അനുഭവങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു. ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തെക്കാൾ മനോഹരം വഴിയരികിൽ നമ്മെ കാത്തിരിക്കുന്ന ഇത്തരം ചെറിയ നിമിഷങ്ങളായിരിക്കും. ജമ്മു മുതൽ ശ്രീനഗർ വരെയുള്ള ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കാശ്മീരിൻ്റെ കഥ ഇപ്പോഴാണ് തുടങ്ങുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.